അതെ, എങ്ങനെയാണെന്ന് അറിയില്ല. നേരത്തെ ഇവിടുന്ന് പോയ ആ മെക്കാനിക്കിനെ ശിവ പേടി പിടിച്ചു. എന്നിട്ട് he killed him. ശിവ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവന്റെ പ്രശ്നം എന്താ? ലവ്, സ്നേഹം, അതാണ് അവന്റെ പ്രശ്നം. അത് ശിവയ്ക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. മനഃപൂർവ്വം ഞങ്ങളത് നിന്നിൽ നിന്ന് മറച്ചു വെച്ചതാ. ശിവയുടെ അച്ഛൻ, അതായത് എൻ്റെ ചെറിയച്ഛൻ, അധികവും ഗൾഫിൽ തന്നെ ആയിരുന്നു. ചെറിയമ്മ അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. ചെറിയച്ഛനുമായിട്ട് അവൻ അത്ര വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് ചെറിയച്ഛൻ കുറേ വർഷങ്ങൾ ഇടവിട്ടാണ് നാട്ടിലേക്ക് വരാറുള്ളത്. ചുരുക്കി പറഞ്ഞ ചെറിയമ്മയായിരുന്നു അവൻ്റെ ലോകം. അവനൊരു 10-12 വയസ്സുള്ളപ്പോഴാണ് ചെറിയച്ഛൻ കുറേ നാളുകൾക്ക് ശേഷം നാട്ടിലേക്ക് വരുന്നത്. അന്ന് രാത്രി അമ്മേ, 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 അമ്മേ. ആ എന്താ ശിവ, നീ ഉറങ്ങിയില്ലേ? അമ്മയെ കാണുന്നില്ല. എന്താ മോനു? അമ്മ എന്തിനാ ഇയാളുടെ കൂടെ കിടക്കുന്നേ? ഇയാളോ? എടാ, ഞാൻ നിന്റെ അച്ഛനാടാ. അമ്മേ വാ. നിനക്കെന്താ ഇത്ര ദേഷ്യം? പോടാ. എന്താടി ഇവനിങ്ങനെ? ഇങ്ങനെ ആദ്യമായിട്ടാ മോനെ. അച്ഛനോട് ഇങ്ങനെയാണോ അമ്മ സംസാരിക്കുന്നത്? വാ. അമ്മ വരുന്നില്ല, നീ പോയി കിടന്നുറങ്ങ. പോടാ പോ. അയ്യോ ചേട്ടാ, അവന് സങ്കടമായി കാണും. ഞാൻ കൂടെ പോയി കിടക്കട്ടെ? വേണ്ട വേണ്ട, ഇത്ര വളർന്നില്ലേ, ഒറ്റയ്ക്ക് കിടന്ന് പഠിക്കട്ടെ. നീ അവനെ ഇങ്ങനെ വെറുതെ പൊട്ടനാക്കുന്നത്. ആൺകുട്ടികളായ കുറച്ച് ധൈര്യം വേണം. ഇനി മുതൽ അവൻ ഒറ്റയ്ക്ക് കിടന്നാൽ മതി. വാ, മനുഷ്യൻ്റെ മൂട് കളയാനായിട്ട്.
അവനിൽ നിന്ന് ചെറിയച്ഛൻ അകറ്റുമെന്ന് വിചാരിച്ച് അവൻ്റെ മാനസിക നില തെറ്റി. ശിവ അന്ന് രാത്രി തന്നെ ചെറിയച്ഛനെ തലക്കടിച്ച് കൊന്നു. അതിനുശേഷം 5 വർഷത്തോളം അവൻ മെൻ്റൽ ഹോസ്പിറ്റലായിരുന്നു. ചെറിയമ്മയുടെ മരണശേഷം അവൻ ചെറിയ തോതിൽ ഡിപ്രസ്ഡായി. അന്ന് അവനെ ചികിത്സിച്ചത് ഡോക്ടറാണ്. അതെ, അന്ന് അത്ര വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല. 1 മാസത്തെ ചികിത്സയെ വേണ്ടി വന്നുള്ളൂ. അതിനുശേഷമാണ് അവൻ കോളേജ് ചേരുന്നതും നീയുമായി പ്രണയത്തിലാവുന്നതും. അമ്മയോട് തോന്നിയ ആ ഭ്രാന്തമായിട്ടുള്ള സ്നേഹം പിന്നെ അവന് തോന്നിയത് നിങ്ങളോട് മാത്രമാണ്. അവൻ ഗൾഫിലെത്തിയപ്പോഴാണ് നിങ്ങളെ പിരിഞ്ഞിരിക്കാനാവില്ല എന്നൊരു ഫീല് വന്നത്. കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് കാരണം അവിടെ നിന്ന് അവന് പോരാൻ പറ്റാത്ത അവസ്ഥയും. നിങ്ങൾ നഷ്ടപ്പെട്ടു പോവുമോ, അവനോടുള്ള സ്നേഹം കുറയുമോ എന്ന പലതരം ആവലാതികളും അവന്റെ മനസ്സിനെ താളം തെറ്റിച്ചു. ഇനി എന്ത് ചെയ്യും ഡോക്ടർ? ചികിത്സിച്ചാൽ ശരിയാവും. പക്ഷേ നീയൊന്ന് സൂക്ഷിക്കണം. എന്തിന്? നീ അവന്റെ കയ്യിൽ ഇപ്പൊ കിട്ടിയാൽ അവൻ ചിലപ്പോ കൊല്ലാൻ വരെ ശ്രമിക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യും, ഒരു 2-3 ദിവസം മാറി നിൽക്ക്. അപ്പോഴേക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ശരിയാക്കാം. കമ്മീഷണറാ? ഹലോ സർ, ഹമീദാണ്. ഓക്കെ, ഗുഡ് ജോബ്. വേണ്ട, ഞങ്ങളും വരാം. ഓ ശരി, ഓക്കെ സർ. എന്തായി? ശിവ ഇപ്പൊ നിങ്ങളുടെ പഴയ തറവാട്ടിലുണ്ട്, പോലീസിന്റെ കൂടെ. നമുക്ക് ചെല്ലാം ഹരി. ഞാൻ വരണോ? യെസ്, ശിവയ്ക്ക് നിന്നെ ഭയങ്കര പേടിയാണ്. നീ പറഞ്ഞാൽ അവൻ എന്തും അനുസരിക്കും. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം.